ഹായ്, നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം കേട്ടോ. നമ്മുടെ കയ്യിൽ വന്ന് ആരെങ്കിലും വായ്പ ചോദിച്ചാൽ, അല്ലെ കടവായിട്ടോ അല്ലെ പലിശയ്ക്കായിട്ടോ അല്ലെ മക്കൾക്ക് ജോലി മേടിച്ചു കൊടുക്കാം, കാനഡയിലോ അമേരിക്കയിലോ ലണ്ടനൊക്കെ ജോലി മേടിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് 1 രൂപ ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കാൻ നിൽക്കരുത്. നമുക്ക് കൊടുക്കാം. നമ്മുടെ അയൽവാസികൾക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പൈസയോ അല്ലെ അവർക്കൊരു അത്യാവശ്യത്തിന് ഒരു മറുപടി പണയം വയ്ക്കാനോ ഒക്കെ ചോദിക്കാം. നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന തെണ്ടികൾക്കുണ്ടല്ലോ, സത്യമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിരോധം തോന്നരുത്. മരിക്കുക എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എങ്കിൽ പിന്നെ അത് ആ വഴി പോയി, നമുക്ക് കിട്ടത്തില്ല. നമ്മളുണ്ടല്ലോ കാശ് കൊടുത്തിട്ട് ഒരു ശത്രുവിനെ ഇങ്ങോട്ട് മേടിക്കുക. സ്വർണമൊക്കെ കൊടുത്താൽ പിന്നെ ആ വഴി പോയി. നമ്മൾ ചോദിക്കാൻ പറയും, ഇന്ന് എടുത്തു തരാം, നാളെ എടുത്തു തരാം, അല്ലെ മറ്റന്നാൾ എടുത്തു തരാം. അവസാനം നമ്മൾ ഇച്ചിരി ചൂടാക്കി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്നാ ഇപ്പം ഇത്ര വലിയ ധൃതി എന്നാ, അല്ലെ ഞാൻ മേടിച്ചെന്നുള്ളതിനുള്ള തെളിവ് എന്നാ, പിന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല. എൻ്റെ ഒരനുഭവമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വേദനിച്ചും നീറിയും വിഷമിച്ചും ആയിരിക്കുന്നത്. എൻ്റെ കെട്ടിയവനോട് ചോദിക്കാതെ എൻ്റെ വേറെ ആർക്കുമല്ല, എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരൻ്റെ ഒരു മകന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാ സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട്. 1ഉം 2ഉം പവൻ്റെ സ്വർണ്ണമല്ല കൊണ്ടുപോയത്. ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ടോ, നിങ്ങൾക്ക് കടമുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് 21 ലക്ഷം രൂപ കടമുണ്ടെന്ന്. അപ്പം നിങ്ങളിൽ കുറേ പേര് വന്ന് തമാശയ്ക്കെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു, ചേച്ചി 12 എഴുതിയ കാര്യങ്ങൾ നടക്കില്ലേ. നമ്മൾ കൊടുത്തിട്ട് മേടിച്ച പണിയായത്. ഇത് ഈ 12 എന്നൊക്കെ ഉള്ള വീഡിയോ ഒരു സത്യസന്ധതയൊക്കെ ഉള്ള ഒരു വീഡിയോയാണ്. നമ്മളുണ്ടല്ലോ നമ്മുടെ കെട്ടിയവന് അറിയാണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് മേടിച്ച പണിയായി ഇതൊക്കെ എന്ന് വെച്ചിട്ട് ആ 12 എന്നൊക്കെ എഴുതാൻ പറഞ്ഞു. ഇത് നമ്മൾ കൊടുത്ത ഒരു സാധനം അവനോട് ചെന്ന് പിടിച്ചു പറിച്ച് മേടിക്കാൻ പറ്റുമോ? എന്നിട്ട് ചോദിക്കുമ്പോൾ ഓരോ അവധി പറയുക, പിന്നെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഏതും പോരാത്ത എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് 90 വയസ്സായി രോഗാവസ്ഥയിലിരിക്കുന്നതായി എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കാരണമാണല്ലോ ആ മുതൽ പോയത്, എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണല്ലോ നീ അത് കൊടുത്തത്. അമ്മച്ചി പറയും, ഞാൻ മരിച്ചാലും എനിക്ക് സമാധാനം കിട്ടത്തില്ലെന്ന്. അമ്മ പറയും, എൻ്റെ ആ സാധനം കിട്ടാതെ നിൻ്റെ കൈ തിരിച്ചെത്താതെ എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇവിടെ തന്നെയൊക്കെ കാണും. ഞാൻ ആ മേടിച്ചോണ്ട് പോയവനെ ഒന്നും വെച്ച് വാഴിക്കരുത്. അവൻ്റെ കുടുംബം, അവൻ്റെ തലമുറ, അവൻ്റെ സന്തതി പരമ്പകൾ ഞാൻ വാഴിക്കുകയല്ലെന്ന് വരെ അമ്മ ഈ കഴിഞ്ഞ ദിവസവും വയ്യ, നാക്കിന് സംസാരിക്കത്തില്ല. അമ്മ പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞില്ലേ, വിധവകളുടെ പ്രാക്ക്, അതുപോലെ കുട്ടികളുണ്ടാകാത്തവരുടെ പ്രാക്ക്, അതുപോലെ ഒരു 70 വയസ്സ് കഴിഞ്ഞവരുടെ പ്രാക്കൊക്കെ 7 തലമുറ നിന്നു പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസവഞ്ചനയല്ലേ. നമ്മൾ വിശ്വസിച്ച് ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഓ 2ഓ അവധി തെറ്റിയാലും ഇത് തിരിച്ചു കൊടുക്കണം. അതല്ല, പിന്നെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. അഥവാ ഫോൺ എടുത്താൽ പരത്തെറിയ പറയുന്നത്. ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നുകൊണ്ട് ആ തൃക്കാലെടുത്ത് ഈ കുടുംബത്ത് വന്നേ പിന്നെ അന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് കളഞ്ഞെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവൻ മാത്രമാ വന്ന് കയറി ഈ മുഴുവാന്തരം കാണിച്ചെങ്കിൽ വേണ്ടിയല്ല, കൂട്ടത്തിലുള്ള ഒരുത്തിനെയും കൂടെ വന്ന് സോഫ്റ്റ്വെയറിൻ്റെ അകത്താന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് കയറ്റി. ആദ്യം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഈ സ്കൂളിലെ സോഫ്റ്റ്വെയർ നമുക്കറിയാമല്ലോ, ഈ സ്കൂൾ കുട്ടികളുടേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് മെസ്സേജ് മറ്റു കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ഓഫീസ് ഇട്ടു. എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. ആ പുള്ളിയുടെ റിട്ടയർമെൻറ്റിൻ്റെ കാശ് 3/4 ഭാഗവും ആ രീതിയിൽ അങ്ങോട്ട് വലിപ്പിച്ചു. വേണ്ട എന്ന് പറഞ്ഞിട്ട് 100 തവണ നിങ്ങൾക്ക് മാസാമാസം വീട്ടിലിരുന്നാൽ മതി, പുള്ളി 100 തവണ പറഞ്ഞു. അല്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെല്ലാം പരിപാടികളാണ്. അതുപോലെ തന്നെ ചെറുക്കനെ ജോലിക്ക് കാനഡയ്ക്ക് വിടാവെന്നും പറഞ്ഞ് ജാർഖണ്ഡിൽ എങ്ങാണ്ടുള്ള ഒരുത്തൻ, അവൻ്റെ പേര് വരെ ഞാൻ പറയാം, അവൻ്റെ പേര് ഗംഗാസുധനൻ. അവൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് ആ കാശുമില്ല, ഈ കാശുമില്ല, ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ തെണ്ടിയ അവസ്ഥയിൽ. അതുകൂടാതെ എൻ്റെ കയ്യിൽ നിന്നും കൂടെ ഇല്ലാത്ത കാശ്, എൻ്റെ കൈ 10ൻ്റെ പൈസ ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്നും കൂടെ ഇല്ലാത്ത കാശ് പെണ്ണുമ്പിള്ളേനെ കൊണ്ട് മേടിപ്പിച്ചേച്ചും കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഇല്ല, പിന്നെ വിളിക്കാം, മറ്റന്നാൾ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ. നമ്മൾ കണ്ടവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആരെങ്കിലും 1 രൂപ ചുമ്മാ തരുമോ? പലിശക്കല്ലേ നമുക്ക് തരുള്ളൂ. എന്നിട്ട് ഈ പലിശ കൊടുക്കാൻ എൻ്റെ കെട്ടുതാലി വരെ കൊണ്ടുപോയി വെച്ചെന്നുള്ളതാണ്. ഇനി ഒന്നുമില്ല, രോഗാവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ അമ്മേനെ ചികിത്സിക്കാൻ പോലും 10 പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്.
ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും പുള്ളിയൊക്കെ കൂടെ ചെറിയ ഇണക്കത്തിലും ഒക്കെയാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും. എൻ്റെ ഒരു കുടുംബം ഉണ്ടല്ലോ, ഇവർ കയറി മുട്ടിച്ച് കളഞ്ഞു. ഇത് സത്യമാണ്, ഞാൻ ആത്മാർത്ഥതയോടെ പറഞ്ഞത്. നമ്മൾ കുടുംബത്തിരുന്ന് പ്രാകാൻ കൊള്ളത്തില്ല, പിറക്കത്തില്ലെന്ന് പറയും. പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാക്ക് ഈ പറയുന്ന 2 കുടുംബവും കല്ലുമേ കല്ല് അവശേഷിക്കാതെ തീർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും മക്കളെ കൊണ്ട് ഉണ്ണാനോ അവരിൽ നിന്നൊരു സന്തോഷമോ സമാധാനമോ ഒന്നും ഉണ്ടാകത്തില്ല. ആ പുള്ളി ഏത് സമയവും പറയുന്ന ഒരു കാര്യം, എന്നെ തെണ്ടിയാക്കി, എന്നെ ഒന്നുമില്ലാത്തവനാക്കി, എൻ്റേതെല്ലാം നിന്റെ ആൾക്കാർ വന്ന് കൂടിയാണ് എന്നെ മുടിച്ച് തേച്ച് കഴുകി കോളം തോണ്ടിയതെന്ന് പറയും. എന്നെ പറ്റിച്ച് കൊണ്ടുപോയവരൊന്നും ഞാൻ ഗതി പിടിക്കത്തേ ഇല്ലെന്ന് അങ്ങേര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഗതി പിടിക്കണമെങ്കിൽ ഇച്ചിരി താമസം, വെള്ളമിറങ്ങി ഇവരൊന്നും മരിക്കുകയല്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു കൊണ്ടുപോയതാണെങ്കിൽ ഞാൻ ഇന്ന് വരെ ഒരുത്തൻ്റെയും പറ്റിച്ചോ പൊട്ടിച്ചോ 1 രൂപ മേടിച്ചിട്ടുമില്ല, ഒരുത്തൻ്റെ ഒരു ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പുള്ളി എപ്പോഴും പറയും. അത് വളരെ ശരിയാണ്. പുള്ളീനെ അറിയാവുന്ന പുള്ളിയുടെ അയൽവക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാം. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുക, പുള്ളിയെപ്പോലെ ഒരു നല്ല മനുഷ്യൻ ഈ കേരളത്തിൽ ഒരിടത്തും കാണത്തില്ല. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ. ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കുകയും. ഇപ്പം ആ പുള്ളിയുടെ കയ്യിൽ ഇവരൊക്കെ കാരണം 1 രൂപ പോലും ഇല്ല. എന്നിട്ട് പറയും അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്, അത് നടത്തട്ടെ, ഇത് നടത്തട്ടെ, അതിപ്പം തന്നെ തരാം, 1 മാസത്തെ അവധി. നാട്ടിലുണ്ടേ പോലും പറയും ഞാൻ അങ്ങ് ഗുഹാണ്ടേ കിടക്കുവാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരത്തില്ല, അവിടുന്ന് ഫോൺ വിളിക്കത്തില്ല. അല്ലേ പറയും എനിക്ക് രോഗമാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പൈസ ഇല്ല, നമ്മളൊരു 10,000 വിളിച്ചാലും എടുക്കത്തില്ല. അവസാനം പറയുന്ന ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക, ഞാൻ സ്റ്റേഷനിൽ ഞാൻ പോയി ജയിലിൽ പോയി കിടന്നോളാം, നിങ്ങൾക്ക് കേസ് കൊടുത്താൽ കിട്ടുമോ, നിങ്ങൾക്ക് കേസ് കൊടുത്താൽ കിട്ടുമോ? ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവൻ്റെ പേര് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങ് കേന്ദ്രത്തിൽ പിടിയുണ്ട്, ഞാൻ അവിടെ കയറി മന്ത്രിനെ MLA-നെ വിളിക്കാം, നീ കാശ് മേടിച്ചിട്ടാണ് ഈ സൈസ് വർത്താനം പറയുന്നത്. പിന്നെ നമ്മൾ ഇവരെയൊക്കെ വിളിച്ച് നമ്മൾ കൊടുത്ത കാശും സ്വർണവും ഒക്കെ ചോദിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് നേരിട്ട് വരുക, ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുള്ളൂ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറയുന്ന വർത്താനം, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങളെ നാണം കെടുത്ത, ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും, ഞങ്ങളുടെ ഇങ്ങോട്ട് വരരുത്, വന്നാൽ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. അപ്പം ഈ കൊടുത്ത ഞങ്ങളുടെ അവസ്ഥ ഓർത്ത് നോക്കി, വല്ലവരോടും പലിശയ്ക്ക് മേടിച്ച് കൊടുത്താൽ അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് ഇവർ വന്ന് ഈ പറയുന്ന വർത്തമാനങ്ങളൊന്നും അവർക്കൊരു വിഷയമില്ല. അവർ മേടിച്ചുകൊണ്ട് പോയി കാര്യം കണ്ടിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ എൻ്റെ വീട്ടിലോട്ട്, അല്ല നിങ്ങളുടെ കാല് തല്ലി ഒടിക്കും, കൈ തല്ലി ഒടിക്കും, എൻ്റെ മകൻ ഗുണ്ടകളെ കൊണ്ട് വെച്ച് നിങ്ങളെ ഞാൻ ആക്രമിക്കും, അവൻ പണ്ടത്തേതുപോലെയൊന്നും അല്ല, നിങ്ങൾ കണ്ട ചെറിയ പയ്യനൊന്നുമല്ല, ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നുള്ള ഭീഷണികളാണ്. പിന്നെ ഒരു പ്രാവശ്യം ഈ കാശിനെ പറ്റി ഞാൻ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പാരത്തെറിയാണ് എന്നെ വിളിക്കുന്നത്. ഒരു സ്ത്രീകളെ തെറി വിളിച്ചാലത്തെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ. അതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും റെക്കോർഡിക്കായിട്ട് കയ്യിലിരിക്കുവാണ്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ മാതിരിത്തെ തെറിയും ചീത്ത. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിയുടെ മകളെ കെട്ടിച്ചു എന്നിട്ട് പറയാം, ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയും അത് അഡ്വക്കേറ്റാണ് കെട്ടിച്ചതെന്ന്. അഡ്വക്കേറ്റിനാണോ വിഷമം? എന്നാൽ പിന്നെ ഈ അഡ്വക്കേറ്റിന് ഞങ്ങൾക്ക് തരാനുള്ള കാശ് മേടിച്ച് തരത്തില്ലേ? അമ്മേനെ ഒരു നേരത്തേന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അശോമയുടെ അടുത്തു നിന്നൊക്കെയാണ് ഞാൻ ഈ കാശൊക്കെ മറവും തിരിവും ഒക്കെ മേടിക്കുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളിടത്തു നിന്നൊക്കെ മേടിച്ചിട്ട് ഇപ്പം അവരുടെ അടുത്തുനിന്നും മേടിക്കാനില്ല. അവരോടൊക്കെ ചെന്ന് ചോദിക്കുന്നതിന് നമുക്കൊരു പരിധിയില്ലേ. എനിക്ക് ഈ കാര്യം പറയുന്നതിന് ഒരു നാണക്കേടും ഇല്ല. ആ മാതിരിത്തെ തെണ്ടികളാക്കി കളഞ്ഞു ഞങ്ങളെ തെണ്ടികളാക്കി കളഞ്ഞു. ഇത്രയും പ്രായമായ ഒരമ്മേനെ പറ്റിക്കുക, ആ അമ്മയോട് ചോദിപ്പിക്കുക, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ പ്രാക്കൊക്കെ ഉണ്ടല്ലോ, കുടുംബം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തോ, പിന്നെ നിങ്ങളുടെ ഞാൻ മേടിച്ചെന്നുള്ളതിന് തെളിവെന്നാ? ആ തെളിവുകളെല്ലാം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചെക്ക് ലീഫെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ട് ചെക്ക് തന്ന ചെക്കുകൾ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സംസാരിച്ച ഇത്രയും നാളും എൻ്റെ അടുക്ക പറഞ്ഞതും കാര്യങ്ങളും അന്നത്തെ റെക്കോർഡിങ്ങും ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. എന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ എടുത്തിട്ടൊരു മര്യാദ പറയാം, കണ്ടവൻ്റെ ഇത് മേടിച്ചു കൊടുത്ത കാശിൽ ഞങ്ങളുടെ കയ്യിലില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അവർക്ക് ഇങ്ങോട്ട് അങ്ങനെ പറയാനായിട്ട് ഒരു മടിയും കാണില്ല. പക്ഷെ ഞാനൊരു സ്ത്രീ ആണേലും എല്ലാവരോടും മേടിച്ചേച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിലില്ല, നിങ്ങൾ എന്നാന്നാ വെച്ചാൽ കൊണ്ടിട്ട് ചെയ്യുന്നത്. ഇന്ന് വരെ ഞാൻ അത് കൂട്ടൊരു വർത്താനം പറയുമോ? അവരെന്നെ ഒരു ദിവസം 10-30 പ്രാവശ്യം വിളിച്ചാൽ പോലും ഞാൻ മോശമായ രീതിയിൽ ഒരു വാക്ക് പോലും അവരോട് പറഞ്ഞിട്ടില്ല. അതല്ല നമ്മൾ ചോദിച്ചു കഴിയുമ്പം പറയുന്ന ഒരു വർത്താനം. എൻ്റെ വീട്ടിലെ അവസ്ഥ ഇപ്പം വളരെ മോശമാണ്, വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, എത്ര ലോക്യവും സ്നേഹവും എത്ര അടുപ്പവും
എത്ര ബന്ധമുള്ളവരായിക്കോട്ടെ, നമ്മൾ കാശോ സ്വർണമോ കൊടുത്തു കഴിഞ്ഞ ഒരു ശത്രുവിനെ നമ്മൾ വിലയ്ക്ക് മേടിക്കുവാണ്, അവിടെ നമ്മുടെ ആത്തപ്പതനവും തുടങ്ങി. 1 രൂപ പോലും ഉണ്ടല്ലോ വായ്പയായിട്ടോ പലിശയ്ക്കായിട്ടോ നമ്മൾ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് പോലും മേടിച്ചു കൊടുക്കരുത്. നമുക്ക് എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്കങ്ങ് കൊടുത്തേക്കുക. അവർ മനസ്സുകൊണ്ട് നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അവരെപ്പോഴെങ്കിലും അവർക്ക് തിരിച്ചു തരാൻ സാധിച്ചെങ്കിൽ മാത്രം നമ്മൾ തിരിച്ചു മേടിക്കുക. അല്ലാതെ നമ്മൾ കൊടുക്കുമ്പോഴേ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കൊടുത്തേക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.